ഇതിങ്ങനെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ മുന്നത്തെ 2 വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റും പെൻഡ്രൈവും ഒക്കെ വിട്ടിട്ട് ക്രിക്കറ്റ് എന്നുള്ള സബ്ജക്റ്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നതും കാണുന്നവരൊക്കെയാണ്. അപ്പോൾ ക്രിക്കറ്റിൽ പല ടെക്നോളജി ഉപയോഗിക്കുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാണ്. അപ്പോൾ കാലങ്ങൾ കഴിയുന്തോറും ആ ടെക്നോളജിയുടെ എണ്ണവും അതിൻ്റെ ക്വാളിറ്റിയും കൂടി വരും. അതായത് ഇപ്പോൾ 1990 ഉപയോഗിച്ച ടെക്നോളജി അല്ല ഇപ്പോൾ നമ്മൾ 2018 കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എണ്ണവും കൂടി, അതേപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല മെത്തേഡിൻ്റെയും ക്വാളിറ്റി അല്ലെങ്കിൽ അവയുടെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിനെ പോലെ ഈ എഡ്ജ് ചെയ്താലും അമ്പയർമാർ വിക്കറ്റ് കൊടുക്കാൻ മറന്നില്ലെങ്കിൽ നടന്നു പോകുന്ന ടീംസ് അല്ല ബാക്കി പ്ലേയേഴ്സൊക്കെ. അപ്പോൾ അവരെ പിടിക്കാൻ, അതായത് ഇപ്പോൾ അമ്പയർ തെറ്റായിട്ടുള്ള തീരുമാനം കൊടുത്ത് എതിർ ടീമിന് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം വന്നാൽ ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ICC ഇറക്കിയ ടെക്നിക്കാണ് DRS അഥവാ ഡിസിഷൻ റിവ്യൂ സിസ്റ്റം. അപ്പോൾ ഈ ഡിസിഷൻ റിവ്യൂ സിസ്റ്റത്തിന് സഹായിക്കുന്ന ടെക്നോളജികളാണ് എന്തൊക്കെ? നമ്മളുടെ സ്പൈഡർ ക്യാം ആയാലും സ്നിക്കോമീറ്റർ ആയാലും ഹോട്ട്സ്പോട്ട് ആയാലും സ്ലോ മോഷൻ ക്യാമറ, LED ലൈറ്റ്, നമ്മുടെ സ്റ്റംസ്. അപ്പോൾ ആ ടെക്നോളജികളെ കുറിച്ച്, അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഹോട്ട്സ്പോട്ടും സ്നിക്കോമീറ്ററെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത്. ആദ്യം നമുക്ക് സ്നിക്കോമീറ്ററിനെ പരിചയപ്പെടാം. 1990കളുടെ മധ്യത്തിൽ അലൻ പാസ്കറ്റ് എന്ന ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് സ്നിക്കോമീറ്റർ ഉപകരണം കണ്ടുപിടിക്കുന്നത്. ഇതിനായി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്ക് നമ്മുടെ സ്റ്റംസിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ബോൾ ബാറ്റിൽ എഡ്ജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ് പുറത്തു വരുന്നത്. ഈ ശബ്ദത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച് ബാക്കി എന്ത് സൗണ്ട് ആയാലും, അതായത് ക്രൗഡ് നോയ്സ് ആയാലും ബാറ്റ്സ്മാൻ്റെ ശബ്ദമായാലും അമ്പയറുടെ ശബ്ദമായാലും എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് കളയുന്നു. എന്നിട്ട് ഈ റെക്കോർഡ് ചെയ്ത് വെച്ച ശബ്ദം, ഈ എഡ്ജ് ചെയ്ത ശബ്ദവും ബാക്കിയുള്ള ശബ്ദത്തിൽ നമ്മളെ ഫ്രീക്വൻസി വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ എഡ്ജ് ചെയ്ത ശബ്ദത്തെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വേർതിരിച്ച ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഗ്രാഫിൽ വീഡിയോടൊപ്പം റീപ്ലേയോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രാഫിൽ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, തേർഡ് അമ്പയർ റിവ്യൂ കൊടുത്തതിന് ശേഷം ഈ വീഡിയോ TV റീപ്ലേ വരുമ്പോഴത്തേക്കും സൈഡിൽ ഒരു ഗ്രാഫ് കാണിക്കണം. ആ ഗ്രാഫാണ് സ്നിക്കോമീറ്ററിന്റെ ഗ്രാഫ്. ആ ഗ്രാഫിലുള്ള വേരിയേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബോൾ എവിടെയോ എഡ്ജ് ചെയ്തു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്നിക്കോമീറ്റർ ബാറ്റിൽ എഡ്ജ് ചെയ്ത ശബ്ദം റെക്കോർഡ് ചെയ്യും, അഥവാ പാഡിലോ എന്തെങ്കിലും എഡ്ജ് വന്നാലും റെക്കോർഡ് ചെയ്യും. ആ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ബാറ്റിലാണോ ബോൾ കൊണ്ടത്, പാഡിലാണോ ബോൾ കണ്ടതെന്നുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഈ ഗ്രാഫിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്? ഈ വീഡിയോ റീപ്ലേയും കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ബോൾ ബാറ്റിലാണോ അതോ പാഡിലാണോ കൊണ്ടുവന്നത്. സ്നിക്കോമീറ്ററിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. അടുത്തതാണ് ഹോട്ട്സ്പോട്ട്. സ്നിക്കോമീറ്റർ പോലെ തന്നെ എന്താണ് ബോളിൻ്റെ പൊസിഷൻ, ബോൾ ബാറ്റിലാണോ പാഡിലാണോ തട്ടിയതെന്നോ അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിയാനാണ് ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നത്. ഹോട്ട്സ്പോട്ട് ഒന്നുമില്ല, നമ്മുടെ ഫോണിലെ ഹോട്ട്സ്പോട്ടില്ലേ, ആ ഹോട്ട്സ്പോട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഭവമാണ് എന്താണ് ഈ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ഹോട്ട്സ്പോട്ട് ടെക്നിക്ക്. നമ്മുടെ 2006-2007 ആഷസ് സീരീസിലെ നവംബർ 23 ഗാബ ടെസ്റ്റിലാണ് ആദ്യമായിട്ട് ഹോട്ട്സ്പോട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഗ്രൗണ്ടിന് ഇരുവശത്തും വെച്ചേക്കുന്ന 2 ഇൻഫ്രാറെഡ് ക്യാമറകളാണ് ശരിക്കും പറഞ്ഞാൽ ഹോട്ട്സ്പോട്ടിനെ സഹായിക്കുന്ന സംഭവം. ഈ ക്യാമറകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോൾ ബാറ്റിലോ പാഡിലോ ബോൾ ഗ്രൗണ്ടിലോ ഒക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഹീറ്റിനെ ഈ 2 ക്യാമറ സെൻസ് ചെയ്തിട്ട് അതിനെ ഒരു സീരീസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അയക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഹോട്ട്സ്പോട്ട് റിവ്യൂ സിസ്റ്റത്തിൽ TV കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജുകളാണ് കാണിക്കുന്നത്. അതിൽ ബോൾ തട്ടിയ ഭാഗം വെള്ള കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. 2012 BBG സ്പോർട്സ് ആണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഹോട്ട്സ്പോട്ടായ SLX ഹോക്സ് തെർമൽ സെൻസിങ് ക്യാമറ കൊണ്ടുവരുന്നത്. അത് കാരണം നമുക്ക് കുറച്ചുകൂടെ ഷാർപ്പറും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഇമേജസ് കിട്ടുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.